SKN ഏതെങ്കിലും രീതിയിൽ ഹർത്താൽ ആദ്യ മണിക്കൂർ നോക്കുമ്പോൾ കോഴിക്കോടിനെ ബാധിച്ചിട്ടില്ല. പൊതുവിൽ മലബാറിലെ മറ്റു ബ്യൂറോകളിൽ അന്വേഷിക്കുമ്പോഴും ബാധിച്ചിട്ടില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ബസ് സ്റ്റാൻഡിൽ പതിവ് പോലെ ബസ്സുകളുണ്ട്. നമുക്കൊന്ന് ഇവിടെ ഉള്ളവരുമായി ഒന്ന് സംസാരിച്ച് നോക്കാം. ആദ്യം തന്നെ ഒരു ബസ് തൊഴിലാളി, കണ്ടക്ടറാണെന്ന് തോന്നുന്നു, ബാഗൊക്കെ കൈ കാണുന്നുണ്ട്. കണ്ടക്ടറോട് നമുക്ക് ചോദിക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. ബസ്സുകളെല്ലാം ഇന്ന് സർവീസ് നടത്തുകയാണ് പൊതുവിൽ? എല്ലാ ബസ്സും സർവീസ് നടത്തുന്നുണ്ട്. ആരും ഹർത്താലിൻ്റെ ഭാഗമായിട്ട് സർവീസ് നിർത്തി വെച്ചിട്ടൊന്നുമില്ല? ഇല്ല, നിർത്തി വെച്ചിട്ടൊന്നുമില്ല. രാവിലെ വന്നു, അപ്പോൾ ഫസ്റ്റ് വണ്ടി ഓടി, പിന്നെ ഞങ്ങളും ബാക്കിൽ തന്നെ ഞങ്ങൾ ഓടി തുടങ്ങിയാണ്. വേറെ പ്രശ്നങ്ങളുമില്ല? ഇല്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഒന്നുമില്ല. അപ്പോൾ ഈ നിതിൻ രാജിൻ്റെ വിഷയത്തിലാണ് ഈ പ്രതിഷേധം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു അനുഭവം ആണെന്ന് തോന്നില്ലേ? അതെ, സംഭവം ശരിയാണ്. പക്ഷേ മോണേഴ്സിൻ്റെ ഭാഗത്തുനിന്നും അങ്ങനെ ഒന്നും വന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ തൊഴിലാളികളാണ്, അപ്പോൾ ഞങ്ങൾ രാവിലെ വന്ന് ഞങ്ങൾ ഡ്യൂട്ടി എടുക്കുന്നു. SKN ഇതാണ് അവസ്ഥ. അതായത് പൊതുവിൽ ഏതെങ്കിലും രീതിയിൽ ബസ്സുകളുടെ സർവീസ് മുടങ്ങിയിട്ടില്ല. നമ്മൾ കടകൾ നോക്കുമ്പോൾ കാണാം, ഇതാ നമ്മുടെ ബസ് സ്റ്റാൻഡിലെ, കോഴിക്കോട് ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡിലെ കടകളിൽ ഇതാ ശാന്തമായി ഒരു ബസ് തൊഴിലാളി ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി ഇതാ ഒരു ചേട്ടൻ അവിടെ ചായ കുടിക്കുന്നു. രാവിലെ പതിവ് പോലെ കടകളെല്ലാം തുറന്നിട്ടുണ്ടല്ലോ? ഒരു കടയും അടച്ചിട്ടില്ലല്ലോ? ഇവിടെ ആരും അടച്ചില്ല. SKN വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേരത്തെ തന്നെ വളരെ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിരുന്നു. കടകമ്പോളങ്ങൾ അടഞ്ഞു കിടക്കില്ല എന്നുള്ളത്. മാത്രവുമല്ല, ഇത്തരത്തിൽ നേരത്തെ പ്രഖ്യാപിക്കാതെ ഓരോ കൊച്ചു സംഘടനകൾ പോലും ഹർത്താൽ ഉണ്ടാക്കുന്നത് വലിയ നഷ്ടം സംസ്ഥാനത്തിനുണ്ടാകുന്നു, രാജ്യത്തിനുണ്ടാകുന്നു എന്നുള്ളൊരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഹർത്താലിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല എന്ന് പൊതു രാഷ്ട്രീയ പാർട്ടികളും അത് പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും അത്തരം ഒരു തീരുമാനം എടുത്തിരുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിൽ ഈ ഹർത്താൽ കോഴിക്കോട്, പ്രത്യേകിച്ചും മലബാർ പൊതുവെ സമരങ്ങൾക്ക് പേരുകേട്ട നാടാണ്, പ്രതിഷേധങ്ങൾ ശക്തമായി നടക്കാറുള്ളതാണ്. പക്ഷേ ഏതെങ്കിലും രീതിയിൽ ഇവിടെ ബാധിച്ചിട്ടില്ല. അത് നമുക്കൊരു കണ്ടക്ടറെ കൂടി കാണാം. കണ്ടക്ടർ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സമരം, ഈ ഹർത്താൽ ഏതെങ്കിലും രീതിയിൽ ബസ് സർവീസുകളെ ബാധിച്ചിട്ടുണ്ടോ? ബാധിച്ചിട്ടില്ല. എന്താ ബാധിക്കാത്തതിൻ്റെ കാരണം? അറിയില്ല. അപ്പോൾ ഏതായാലും ഇത് തന്നെയാണ് അവസ്ഥ. SKN ഈ ഹർത്താൽ ഏതെങ്കിലും രീതിയിൽ മലബാറിന് ബാധിച്ചിട്ടില്ല. കോഴിക്കോട് സാധാരണഗതിയിൽ ജീവിതം മുന്നോട്ട് പോകുന്നു. സ്വകാര്യ ബസ് സർവീസ് ആയാലും KSRTC ആയാലും കടകമ്പോളങ്ങളായാലും എല്ലാം സുഗമമായി പ്രവർത്തിക്കുകയാണ് SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.